ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ മത്തിയാണ്. ചാള എന്നും പറയും. ഏത് മീൻ വേണമെങ്കിലും ഈ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ്, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഒരു തക്കാളി. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ മീൻ കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം, ഉലുവ ഇടാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതാ ഇപ്പോൾ സവാളയൊക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ചൂടുണ്ടാവും. അതുകൊണ്ട് പൊടികളെല്ലാം കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇവയെല്ലാം നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തക്കാളി വേവുന്നത് വരെ അടച്ചു വെക്കാം. ഇടയിലൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. നല്ലവണ്ണം തിളക്കുന്നത് വരെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. നല്ലതുപോലെ വെള്ളം കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറിയിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മീനെല്ലാം മുങ്ങിക്കിടക്കുന്നത് പോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീനൊന്നും ഉടഞ്ഞു പോവാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു 5 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ 3-4 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻചട്ടി തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി വന്ന് കുറുകിയ ചാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.